ശ്രീ പ്രശാന്ത് ശിവൻ ഇപ്പോൾ BJPയുടെ പാലക്കാട് ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വലിയൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ പാർട്ടി കയ്യിലേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം BJPയെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പും അടുത്തൊരു തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് BJP കേരളത്തിൽ വളരെ നിർണായകമായ ഒരു ശക്തിയാകുമെന്നും അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെയാണ് പല ആളുകളും നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനരഹിതമാവേണ്ട അല്ലെങ്കിൽ പ്രവർത്തന നിരതനാവേണ്ട ഒരാളാണ് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രവർത്തനം, അവിടെ അണികളെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അവിടെ പല വിഷയങ്ങളും ഇപ്പോൾ അടുത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ചോളം പാർട്ടി ഈ പറഞ്ഞ തരത്തിൽ തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഒരു കലവറയാണ്. അതായത് ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് ധാരാളം അവസരങ്ങൾ നൽകി അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് BJP ഇതാദ്യമായിട്ടല്ല ചെയ്യുന്നത്. നിരവധി തവണ നിരവധി ആളുകളിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരാൾക്ക് ഒരു ചുമതല കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് പാർട്ടിക്ക് അത്ഭുതങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അവസരത്തെ ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ ധാരാളം വെല്ലുവിളികൾ മുൻപിലുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെ എല്ലാത്തിനെയും നമ്മളൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചാലഞ്ചുകളെ ഫേസ് ചെയ്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സക്സസ് എന്നുള്ളത് നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിജയത്തിലേക്ക് പാർട്ടിയെ എത്തിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ പരമാവധി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 24/7 നമ്മൾ ആക്റ്റീവായിക്കൊണ്ട് മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് യുവജനങ്ങൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും മുഴുവൻ ജനവിഭാഗങ്ങൾക്കിടയിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കുക, നരേന്ദ്രമോദിജിയുടെ ക്ഷേമ പദ്ധതികൾ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാവാൻ ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് സാധിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഈ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു 3-2 സ്റ്റേറ്റുകൾ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് ഇത്തരത്തിലുള്ള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് സാധിച്ചു. അത് കേരളത്തിലും സംഭവിച്ചുകൂടായില്ല. കാരണം ജയിക്കുന്ന പാർട്ടിയാണ്, വളരുന്ന പാർട്ടിയാണ് BJP എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ക്രമാനുഗതമായി വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തെ 2010 മുതൽ 2025 വരെയുള്ള അല്ലെങ്കിൽ 2009 മുതൽ 2024 വരെയുള്ള സമയത്തെ 15 വർഷം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റം വരാണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ശ്രീകൃഷ്ണകുമാറിൻ്റെ ഇലക്ഷനോടനുബന്ധിച്ച് അവിടെ അതായത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് പാലക്കാട് നഗരം എന്ന് പറയുന്നത്. ആ നഗരമേഖലയിൽ നിന്ന് പോലും വലിയ തോതിലുള്ളൊരു വോട്ട് ഷിഫ്റ്റ് ആവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന ഒരു ചർച്ചയാണ് പിന്നീട് ഉയർന്നു വന്നത്. ഇത്തരമൊരു പരാജയത്തിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം ഒരു വലിയ പ്രതീക്ഷയോടെയായിരുന്നു BJP ആ ഒരു ഇലക്ഷൻ നേരിട്ടത്. അതിൽ വളരെ നിർണായകമായി മുമ്പിൽ നിന്ന് നയിച്ച ആളാണ് ശ്രീ പ്രശാന്ത് ശിവനും. അപ്പം കൃത്യമായി കാര്യങ്ങൾ അറിയാമല്ലോ, എന്തായിരിക്കും? അല്ല, അത് BJPക്ക് വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായിരുന്നത് ഒരു ഫേക്ക് നരേറ്റീവ് മാത്രമാണ്. നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് മുഴുവൻ ബൂത്തുകളിലെയും ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 1000 വോട്ട് ലഭിച്ച സ്ഥലത്ത് BJPക്ക് ഒരു 600 വോട്ടായിട്ടോ 500 വോട്ടായിട്ടോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള വോട്ടിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് പറയാം. പാർട്ടിക്ക് അവിടെയുള്ള 182 ബൂത്തുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭയിലും 2021 നിയമസഭയിലും ഉണ്ടായ വോട്ടിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള കുറവ് ഏത് ബൂത്തുകളിലും ഉണ്ടായിട്ടില്ല. ബൂത്തുകളിൽ നമുക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 500 വോട്ട് കിട്ടിയ ബൂത്തിൽ നമുക്കൊരു 460 വോട്ട് 430 വോട്ട് അത്തരത്തിലുള്ള ചെറിയ നമ്പറിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് 2021 മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലെയുള്ള അധികായനായിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളുണ്ട്.
അത് മറ്റൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കിട്ടിക്കൊള്ളുന്നില്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. BJPയുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് പാലക്കാട് ടൗണിലെ 40,000 വോട്ടാണ്. ആ വോട്ട് നമുക്ക് നിലനിർത്താനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. BJPയുടെ അടിസ്ഥാന വോട്ടിൽ എവിടെയും ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പല ബൂത്തുകളിലും വോട്ടിൻ്റെ ചെറിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ BJPയുടെ ബേസ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശങ്കപ്പെടാനുള്ള ഒന്നുമില്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു 5 കൗൺസിലർമാർ രാജിവെക്കാൻ പോകുന്നു, 9 പേര് രാജിവെക്കുന്നു, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത്തരത്തിലുള്ള നരേറ്റീവ് ഇവിടെ കേരളത്തിലെ മീഡിയാസ് കുറേ കാലമായിട്ട് നടത്തുന്നുണ്ട്. അതൊന്നും BJPയെ സംബന്ധിച്ചോളം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം വെച്ചാൽ BJPയുടെ ബേസ് വോട്ട് ഇന്നും അവിടെ തന്നെയുണ്ട്. പക്ഷേ നമുക്ക് ചെറിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു ബൂത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതല്ല. ചെറിയ രീതിയിലുള്ള ഒരു 20-30 വോട്ടുകൾ കുറവാണ്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ്. ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഭരിക്കുന്ന പാർട്ടി അവരുടെ മുഴുവൻ മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാവും. കോൺഗ്രസ് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ MP മാരും മുൻ MLA മാരും മന്ത്രിമാരും നിലവിലെ MLA മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന നമ്മുടെ കോട്ടയത്ത് പാലയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പായാലും വലിയ രീതിയിൽ നമുക്ക് പല വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം നമുക്കിവിടെ സംഭവിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ശക്തി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ BJPക്ക് പാലക്കാട് വലിയ രീതിയിലുള്ള ഈ മാധ്യമങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ടുള്ള ബുദ്ധിയുള്ള കാര്യമാണ്. വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ്റെ വിജയത്തിന് ശേഷം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ശേഷം അവിടെ പ്രകടനം നടത്തിയത് SDPI ആണ്. SDPI പ്രകടനം നടത്തിയപ്പോൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോ ഇടതുപക്ഷത്തുള്ള ആളുകളോ മതേതര നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകളൊന്നും തന്നെ പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തതായിട്ട് ഈ BJPയുടെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുത്തുക എന്നത്, ഒരു ന്യൂനപക്ഷം ഏകീകരണം ഉണ്ടാക്കുക എന്നത് ഈ SDPI ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു ഈ പറയുന്ന സംഘടനകളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ചെയ്തു എന്ന് തന്നെയല്ലേ? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ പ്രകടനത്തിനേക്കാൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരസ്യമായി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ പരസ്യമായി നോട്ടീസ് അടിച്ചിറക്കിക്കൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ഹൗസ് ക്യാമ്പയിൻ നടന്നിരുന്നു. അതിനെ തള്ളി പറയാത്ത ആളുകൾ ഇലക്ഷൻ വിജയത്തിന് ശേഷം ആ പ്രകടനത്തെ തള്ളിപ്പറയും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ എന്ന് പറയുന്നത്. അതായത് ഈ കോൺഗ്രസിൻ്റെ ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് എടുത്തിട്ട് അണിയുന്നതിനുള്ള മേലങ്കിയാണ് ഇവർക്ക് മതേതരത്വം എന്ന് പറയുന്നത്. ഇതൊരു വൺ വേ ട്രാഫിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വർഗീയവാദികളുമായി കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. പരസ്യമായി കോൺഗ്രസിൻ്റെ ആളുകൾ SDPI ഓഫീസിൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പോയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ SDPIയുടെ സാഹചര്യം എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരസ്യമായി വർഗീയത കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതായിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും അവരെ തള്ളിപ്പറയാത്ത ആളുകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അവരെ തള്ളിപ്പറയുമെന്നല്ല. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. ആരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്, എന്തായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് വളരെ ആകാംക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ BJPയെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നേതൃത്വം അദ്ദേഹത്തിനായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ BJPയുടെ അധ്യക്ഷ സ്ഥാനവുമായൊരു വൈകൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമൊന്നുമല്ല, പല സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ല. പകുതി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പകുതി സംസ്ഥാനങ്ങളിലുള്ള അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചില്ല. കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് പ്രഖ്യാപിച്ചിട്ടില്ല, അതിന് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലെ ഇനിയും അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാനായിട്ടുണ്ട്. പിന്നെ ഒരു അധ്യക്ഷനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. കാരണം അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇന്നലെ വനിതാ ദിനമായിരുന്നു. കേരളത്തിലെ 14 റവന്യൂ ഡിസ്ട്രിക്റ്റിലുമായിട്ട് 30 സംഘടനാ ഡിസ്ട്രിക്റ്റ് കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ വനിതകൾ ഉൾപ്പെടെ പങ്കെടുത്ത വലിയ പ്രൊട്ടസ്റ്റുകൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് പാർട്ടിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ബാധിച്ചിട്ടൊന്നുമില്ല.
ഇത് ഒരു പ്രവർത്തനം നിരന്തരമായി നടന്നു പോകുന്ന ഒരു സംഘടനാ സിസ്റ്റം ഉള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അധ്യക്ഷൻ്റെ റോള് ഇതിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പോൾ പുതിയ അധ്യക്ഷൻ വരുന്നത് വരെ പഴയ അധ്യക്ഷൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ടി വളരെ കൃത്യമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും എടുത്തു നോക്കിയാലും നിരവധിയായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള സമരങ്ങളുമായി BJP മുൻപന്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. പാർട്ടിയുടെ സെൻട്രൽ ഘടകം എപ്പോൾ അധ്യക്ഷനെ തീരുമാനിക്കുന്നു ആ സമയത്ത് പുതിയ അധ്യക്ഷൻ വരുന്നു, ചാർജ്. അതിലിപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ സച്ചിൻ പോയപ്പോൾ കോഹ്ലി വന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളുള്ളത്. അതായത് ആരാണ് അധ്യക്ഷൻ എന്നതിനേക്കാളുപരി ഏത് തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തുള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടിയാണ്. അധ്യക്ഷൻ ആര് തന്നെ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് സംഘടനാ സംവിധാനം ചലിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും മാധ്യമങ്ങൾക്ക് മാത്രമേ ആശങ്കയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? പാർട്ടി പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ആശങ്കയുടെ കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പാലക്കാട് അങ്ങയുടെ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട് BJPയെ വളരെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒന്ന്, അവിടെ ഈ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു എന്താണ് ഒരു പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, പാലക്കാട് നിരവധിയായ വെല്ലുവിളികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ആരോഗ്യ മേഖല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവിടുത്തെ കിടത്ത ചികിത്സ പോലും ആരംഭിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അതും പൂർണ്ണമായ തോതിൽ അവിടെ ഫുൾ ഫ്ലഡ്ജഡായിട്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയിട്ടില്ല. പാലക്കാട്ടെ ജനങ്ങൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇന്നും ആശുപത്രി ആശ്രയിക്കേണ്ടി വരുന്നത് ഒന്നുകിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനമായ കോയമ്പത്തൂരിലോ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പാലക്കാട്ട് യങ്സ്റ്റേഴ്സ് കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്നും പാലക്കാട് നഗരത്തിൽ രാവിലെ ഒരു 7 മണി മുതൽ അല്ലെങ്കിൽ ഒരു 6:30 മണി മുതൽ 8:30-9 മണി വരെയുള്ള സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് അതിർത്തി കടന്ന വാളയാർ വഴി പോകുന്ന ബസ്സുകളിൽ 10,000-കണക്കിന് വരുന്ന മലയാളി വിദ്യാർത്ഥികളാണ് തൊട്ട അയൽപ്പക്കത്തായ സംസ്ഥാനത്ത് പോയി പഠിച്ചു വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പാലക്കാടൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ജനങ്ങളുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് പാലക്കാടുള്ളത്. ദൈവം സഹായിച്ചേ കോൺഗ്രസും CPM-ഉം ഈ ഒരു പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനേ തയ്യാറായിട്ടില്ല ഇതുവരെയായിട്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ മാറി മാറി ജയിച്ചു വന്നിട്ടുള്ള MLA-മാരും MP-മാരും ഒന്നും ഈ പാലക്കാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കോ, ഞാൻ 2 എണ്ണം ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്, ഇതിനു വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നായിട്ട് കൊല്ലംകോടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കൊല്ലംകോടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് പാലക്കാട് നിന്ന് ജയിച്ചു വന്നിട്ടുള്ള 2 മന്ത്രിമാർ പാലക്കാട് ജില്ലയിലുണ്ട്. ഇതുവരെയായിട്ട് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ തന്നെ നിരവധിയായ സ്ഥലങ്ങൾ, അട്ടപ്പാടി മേഖലയായാലും ശരി, മലമ്പുഴയായാലും ശരി, പാലക്കാട് ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പാലക്കാട് വലിയ രീതിയിൽ നെല്ലറയുടെ നാടാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടുത്തെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് പാലക്കാടിനെ ഒരു റൈസ് ബൗളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ മാറി മാറി ഭരിച്ച ഈ കഴിഞ്ഞ 6 പതിറ്റാണ്ട് ഭരിച്ച ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് BJPയുടെ പ്രവർത്തകന്മാർ മുൻപന്തിയിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും BJPയുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.